സ്നേഹരാഗം ഭാഗം 29. നന്ദന പതിയെ കണ്ണു തുറന്നു. കണ്ണുകൾ തുറക്കാൻ അവൾ പാടുപെട്ടു. കൺപോളകൾക്ക് നല്ല ഭാരമുള്ളതുപോലെ. പതിയെ കണ്ണു തുറന്നപ്പോൾ മുന്നിൽ നിന്ന് പുഞ്ചിരി തൂകുന്ന വെളുത്ത വസ്ത്രമിട്ട ആളെ കണ്ടപ്പോൾ ഇതാരാണെന്ന് അവൾ ഒന്നമ്പരന്നു. താനിതെവിടെയാ എന്ന് ചുറ്റും നോക്കിയപ്പോഴാണ് കയ്യിലെ ട്രിപ്പ് കണ്ടത്. പെട്ടെന്ന് അവൾ എണീക്കാൻ ശ്രമിച്ചു. കിടന്നോ, ക്ഷീണത്തിന് ഗ്ലൂക്കോസ് കയറ്റുകയാണ്, ഇത് കഴിഞ്ഞ് എല്ലാം ശരിയാകും, നഴ്സ് പറഞ്ഞു. അപ്പോഴാണ് താൻ ലേഖയുടെ വീട്ടിൽ കല്യാണത്തിന് വന്നതെന്ന് അവൾക്ക് ഓർമ്മ വന്നത്. ഒരുപാട് യാത്ര ചെയ്ത് ചുരമെല്ലാം കയറി വന്നതുകൊണ്ട് താൻ ക്ഷീണിതയായതാണെന്ന് അവൾക്ക് തോന്നി. സിസ്റ്റർ, എനിക്കെന്താ പറ്റിയത്? എൻ്റെ കൂടെ ആരാ ഉള്ളത്? അവൾ ചോദിച്ചു. എല്ലാം ഡോക്ടർ പറയും, ഡ്യൂട്ടി ഡോക്ടറാണ്. നേരം ഇത്രയൊക്കെ ആയില്ലേ? സിസ്റ്റർ പറഞ്ഞപ്പോൾ അവൾ ക്ലോക്കിൽ നോക്കി. നേരം പുലരാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടെയുള്ളൂ. തൻ്റെ ഫ്രണ്ട് പുറത്ത് കാത്തു നിൽപ്പുണ്ട്, അവർ പറഞ്ഞു. സിസ്റ്റർ പോയപ്പോൾ ലേഖ അകത്തേക്ക് വന്നു. നിനക്ക് കല്യാണത്തലേന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല അല്ലേ? ഞാൻ എല്ലാം കുളമാക്കി. ഷേ, നന്ദന പറഞ്ഞു. ആദ്യമായിട്ടാ ഇത്രയും ദൂരം ഇങ്ങനെ, അതാ വീണുപോയത്. നിനക്ക് ബുദ്ധിമുട്ടായല്ലേ? ഞാൻ വരാതിരുന്നാൽ മതിയായിരുന്നു, നന്ദന പറഞ്ഞു. ലേഖ മൗനമായി നിൽക്കുന്നത് കണ്ടപ്പോൾ നന്ദനയ്ക്ക് എന്തോ പോലെയായി. ഡോക്ടർ എന്തു പറഞ്ഞു? നന്ദന വീണ്ടും ചോദിച്ചു. എല്ലാം നിന്നോട് ഡോക്ടർ പറയും, അവൾ പറഞ്ഞു. ട്രിപ്പ് തീർന്നപ്പോൾ നഴ്സ് വന്ന് കയ്യിൽ നിന്നും കാനില ഊരിയെടുത്തു. നന്ദന എഴുന്നേറ്റ് മുടിയെല്ലാം കൈകൊണ്ട് ശരിയാക്കി ചുരിദാറിൻ്റെ ഷാൾ നേരെ ഇട്ടു. പിന്നെ പതിയെ എണീറ്റ് ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ലേഖയും കൂടെയുണ്ടായിരുന്നു. വാ, ഇരിക്ക്. ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഡോക്ടർ ചോദിച്ചു. ഉവ്വ് ഡോക്ടർ, അവൾ പറഞ്ഞു. എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ട്? ഡോക്ടർ ചോദിച്ചപ്പോൾ 4 വർഷം കഴിഞ്ഞു എന്നവൾ മറുപടി നൽകി. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അവൾ അർജുൻ എറണാകുളത്താണെന്ന് പറഞ്ഞു. ഇങ്ങനെയൊരു കാര്യം പറയുമ്പോൾ ഹസ്ബൻഡ് കൂടെ വേണമായിരുന്നു, ഡോക്ടർ പറഞ്ഞപ്പോൾ തെല്ല അന്താളിപ്പോടെ നന്ദന ഡോക്ടറെ നോക്കി. താൻ ഗർഭിണിയാണ്, 2 മാസമായിട്ട്. താൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിശയം തോന്നുന്നു. പീരിയഡ്സ് ഒക്കെ കറക്റ്റ് ആവാറില്ലേ തനിക്ക്? ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ നന്ദനയ്ക്ക് എന്താണ് താൻ കേൾക്കുന്നതെന്ന് മനസ്സിലാകാതെ മരവിപ്പോടെ ഡോക്ടറെ നോക്കി. അവൾക്ക് താൻ ഭൂമിക്കടിയിലേക്ക് താണുപോകുന്നത് പോലെ തോന്നി. മേഡം എന്താ പറയുന്നത്? അതേ മരവിപ്പോടെ അവൾ ചോദിച്ചു. 4 വർഷമായിട്ടും തനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാത്തതിൽ നിരാശ ഉണ്ടായിരുന്നില്ലേ? ഇനി അത് വേണ്ട, ഇനി സന്തോഷമായിട്ടിരിക്കാം, ഡോക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഒരു കവർ അവൾക്ക് നേരെ നീട്ടി. ദാ, ഇത് റിസൾട്ടാണ്. പിന്നെ അയൺ ഗുളികയും വിറ്റാമിൻ ഗുളികയും എഴുതിയിട്ടുണ്ട്. നന്ദനയ്ക്ക് ആ കവർ വാങ്ങാൻ ശക്തിയുണ്ടായിരുന്നില്ല. നന്ദന അത് വാങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ലേഖ ആ കവർ വാങ്ങി. ലേഖ അവളോട് പോകാമെന്ന ആംഗ്യം കാണിച്ചു. അവിടെ നിന്നും എണീറ്റ് നടക്കുമ്പോൾ അവൾക്ക് പീരിയഡ്സ് ആകാത്തത് എന്താകുമെന്ന് താൻ ചിന്തിച്ചേയില്ലല്ലോ എന്നവൾ ഓർത്തു. അക്കാര്യം അവൾ ഓർത്തേയില്ല. ഡേറ്റ് മാറിയ വിവരവും ഒന്നും അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. താൻ മേപ്പാട് നിന്നും ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലുണ്ടായ സംഭവം അവൾ ഓർക്കാൻ ശ്രമിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് അർജുൻ വന്നപ്പോൾ ഉണ്ടായ വഴക്കിന് ശേഷം നന്ദന എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ട് മുറിയിൽ തന്നെയായിരുന്നു. അവൾ ഭക്ഷണം കഴിക്കാൻ പോയില്ല. ആരും അവളെ വിളിച്ചതുമില്ല. അർജുൻ മുറിയിലെത്തിയപ്പോൾ അവൾ ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. അവൾക്ക് അർജുൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് കരച്ചിൽ വന്നു. അമ്മയെ വിളിച്ചവൾ കാത്തിരിക്കുകയായിരുന്നു. അർജുൻ വന്നപ്പോൾ അവൾ എണീറ്റു. താഴെ കിടക്കാമെന്നാണ് കരുതിയത്. അർജുൻ മുറിയിലേക്ക് കടന്നപ്പോൾ നല്ല മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നു. വന്നപാടെ അവൻ ആകെ അവളെ ഒന്ന് നോക്കി. നിന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് എന്തായടി? നീ പോകുന്നില്ലേ? അവൻ പുച്ഛത്തോടെ തിരക്കി. എന്നിട്ട് ഒരു കൈകൊണ്ട് അവളെയും മറ്റു കൈകൊണ്ട് അവളുടെ മുടിക്കുത്തിനും പിടിച്ചുകൊണ്ട് തന്നിലേക്ക് അടുപ്പിച്ചു. എനിക്ക് നോവുന്നു. അർജുനേട്ടൻ കൈയെടുത്തേ, അവൾ പറഞ്ഞു. മദ്യത്തിൻ്റെ മണം രൂക്ഷമായി അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. നിന്നെ ഞാൻ സ്നേഹിക്കാൻ പോവുകയല്ലേ, പിന്നെങ്ങനെ കൈയെടുക്കും? മുടിക്കുത്തിൽ നിന്നും കൈയെടുത്ത് അവളുടെ കവിളിൽ തലോടി അർജുൻ പറഞ്ഞു. ദേഹത്ത് പുഴുവരിക്കുന്ന പ്രതീതിയിൽ നന്ദന അവൻ്റെ കൈയെടുത്തെറിഞ്ഞു. തൊട്ടടുത്ത നിമിഷം അർജുൻ നന്ദനയുടെ ശരീരത്തിലേക്ക് ചാഞ്ഞു. എന്നെ തൊടരുത് അർജുനേട്ടാ, നന്ദന അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അടങ്ങിയിരുന്നാൽ കുറച്ച് വേദനിച്ചാൽ മതി, നിനക്കെന്നെ അറിയാലോ, അർജുൻ്റെ സ്വരത്തിൽ ഭീഷണി ഉയർന്നിരുന്നു. അവൾ അവനെ തള്ളിമാറ്റാൻ ശ്രമിക്കും തോറും അവൻ അവളിൽ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു.
അർജുൻ അവളുടെ കൈകാലുകളെല്ലാം ബലമായി പിടിച്ചുകൊണ്ട് അവളുടെ ഡ്രസ്സുകൾ ഒന്നൊന്നായി അവൾക്ക് വേദനിക്കുമെന്നും ചിന്ത പോലുമില്ലാതെ വലിച്ചെടുത്ത് കട്ടിലിന് താഴേക്കിട്ടു. പിന്നീട് അർജുൻ കിതപ്പോടെ അവളുടെ നെഞ്ചിലേക്ക് വീണു. ഒന്ന് എതിർക്കാൻ പോലും കഴിയാത്ത വിധം അവൾ ആകെ തളർന്നു പോയിരുന്നു. അവൻ തൻ്റെ ശരീരത്തിൽ കയറിയിറങ്ങുമ്പോഴെല്ലാം അവൾ നിസ്സഹായയായിരുന്നു. ശ്വാസഗതി നേരെയായതും അവൻ അവളിൽ നിന്നും അടർന്നു മാറി. നന്ദനയുടെ ഇരുചെന്നിയിലൂടെയും കണ്ണുനീർ ചാലിട്ടൊഴുകി. അവിടെ നിന്നും എഴുന്നേൽക്കാനും താഴെ കിടക്കുന്ന തൻ്റെ വസ്ത്രങ്ങളെടുത്ത് ധരിക്കാനും അവൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും എഴുന്നേൽക്കാൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു. കണ്ണിൽ ഇരുട്ട് പടരുന്നതിനോടൊപ്പം ആ മുറി തനിക്ക് ചുറ്റും വട്ടം കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞുപോയി. നന്ദു, നീ പതിയെ ഇറങ്ങിക്കേ. ആരോ തന്നെ കുലുക്കി വിളിച്ചപ്പോൾ നന്ദന മിഴികൾ തുറന്നു. ലേഖയായിരുന്നു. അപ്പോഴാണ് താൻ കഴിഞ്ഞുപോയ ദിവസങ്ങളെ സ്വപ്നം കാണുകയായിരുന്നു എന്നവൾക്ക് മനസ്സിലായത്. അവൾ ഇറങ്ങി ലേഖയുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ കിടന്ന് പ്രകമ്പനം കൊള്ളുകയായിരുന്നു. വെളുപ്പിന് 3 മണിയായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണ ദിവസമായിട്ടും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒന്ന് മയക്കം പിടിച്ചിരുന്നു. ലേഖയും നന്ദനയും ഹാളിലേക്ക് കയറി. ലേഖയുടെ അമ്മയും ചേച്ചിയും അവർക്കരികിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. ലേഖ ഉണ്ടായ കാര്യങ്ങൾ വിശദീകരിച്ചു. മോള് കിടന്നോ? ഇനിയിപ്പോൾ രാവിലെയാകാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. ഒന്ന് കിടന്നെണീക്കുമ്പോഴേക്കും രാവിലെയാകും, ലേഖയുടെ അമ്മ പറഞ്ഞു. നന്ദന ലേഖയുടെ കൂടെ അവളുടെ മുറിയിലേക്ക് പോയി. ലേഖയുടെ കൂടെ അവളുടെ മുറിയിൽ കിടക്കാനാണ് നന്ദന വിചാരിക്കുന്നത്. നന്ദന ആകെ ക്ഷീണിതയായിരുന്നു. ഇനി എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? ഡിവോഴ്സിന് മുമ്പേ ഇതറിഞ്ഞാൽ മതിയായിരുന്നു, ലേഖ നിരാശയിൽ പറഞ്ഞു. ലേഖ, നമുക്ക് ഈ വിഷയം പിന്നീട് സംസാരിക്കാം. ഞാനൊന്ന് കിടക്കട്ടെ. നീയും കിടന്നോ? ഇല്ലെങ്കിൽ കല്യാണത്തിന് ഒരു ഉന്മേഷവും ഉണ്ടാകില്ല, ലേഖ പറഞ്ഞതിന് നന്ദന മറുപടി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു. ചുമരിനോട് ചേർന്ന് കിടക്കുമ്പോൾ നന്ദനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. കരഞ്ഞു കരഞ്ഞ് അവൾക്ക് തലവേദനിക്കാൻ തുടങ്ങിയിരുന്നു. ദൈവം തനിക്ക് എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നൽകുന്നത് എന്നവൾ ഓർത്തു. ഓർക്കും തോറും അവളുടെ സങ്കടം കൂടി വരുന്നുണ്ടായിരുന്നു. അവൾക്ക് ഉറക്കം വന്നില്ല. കണ്ണുകൾ ഇറകെ ചിമ്മി അവൾ കിടന്നു. എന്നിട്ടും അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ട് അവൾ നേരം വെളുപ്പിച്ചു. അന്നത്തെ ദിവസം അവളുടെ കണ്ണുകളിൽ ഉറക്കം എത്തി നോക്കുക പോലും ചെയ്തില്ല. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. അതിനു മുമ്പ് തന്നെ നന്ദന എഴുന്നേറ്റു. ലേഖ എഴുന്നേൽക്കുന്നതും ബാത്റൂമിൽ പോകുന്നതും എല്ലാം അവൾ അറിഞ്ഞിരുന്നു. എണീൽക്കാതെ കണ്ണടച്ച് കിടക്കുകയായിരുന്നു അവൾ. ലേഖ പോയപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റു. അവൾക്ക് തിരികെ പോകാനാണ് തോന്നിയത്. കല്യാണം കൂടാനൊന്നും അവൾക്കൊട്ടും മനസ്സില്ലായിരുന്നു. അർജുനേട്ടൻ്റെ കൂടെയായിരുന്നപ്പോൾ ഇങ്ങനെയൊരു ഭാഗ്യത്തിനായി അവൾ കൊതിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോ ഇങ്ങനെ. അവൾക്ക് താനൊരു അമ്മയാകാൻ പോകുന്നു എന്നത് വിശ്വസിക്കാനായില്ല. കഴിഞ്ഞ മാസം പീരിയഡ് ആയിട്ടില്ലല്ലോ എന്നവൾ ആലോചിച്ചത് അപ്പോഴാണ്. ഇനി എന്ത് ചെയ്യും എന്നവൾ മനസ്സിൽ ആലോചിച്ചു. ലേഖ വന്നപ്പോൾ നന്ദന എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്താ ഇത്ര ആലോചിക്കുന്നത്? മുടി കെട്ടിവെച്ച് കുളി കഴിഞ്ഞ് ലേഖ എത്തിയിരുന്നു. മണ്ഡപത്തിൽ വെച്ചാണ് കല്യാണം. നേരത്തെ ഇറങ്ങണം. മുഹൂർത്തമാകുമ്പോഴേക്കും അവിടെ ചെല്ലണം. നീ വരുന്നില്ലേ? പോയി കുളിച്ച് ഫ്രഷായി വാ. എന്നാൽ തന്നെ തനിക്കൊരു ഉഷാറ് കിട്ടും, ലേഖ പറഞ്ഞു. നന്ദന എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി. അവൾ ദേഹത്ത് വെള്ളമൊഴിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവളുടെ മനസ്സ് തണുത്തതേയില്ല. കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും അവളുടെ മുഖം മ്ലാനമായിരുന്നു. ലേഖ ഒരുങ്ങാൻ തുടങ്ങിയിരുന്നു. അവൾ നല്ല പച്ച നിറത്തിലുള്ള ഒരു ലാച്ചയാണ് ഇട്ടിരുന്നത്. ആ ഡ്രസ്സിൽ ലേഖയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലേഖ അത്തരം ഡ്രസ്സുകൾ ഇടുന്നതൊന്നും നന്ദന കണ്ടിട്ടില്ല. ബാക്കി മേക്കപ്പും മുടികെട്ടലുമെല്ലാം ബ്യൂട്ടീഷ്യനാണ് ചെയ്യുന്നത്. ലേഖയ്ക്ക് കല്യാണം കൂടാൻ തോന്നുന്നേയില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നായിരുന്നു അവൾക്ക്. നീ വേഗം ഒരുങ്ങിക്കേ, എല്ലാവരും റെഡിയാകാൻ തുടങ്ങി, അവൾ പറഞ്ഞു. നന്ദന ചെന്ന് ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു സാരി പുറത്തെടുത്തു. അവൾ സാരിയാണ് ഉടുക്കുന്നത്. പിങ്ക് നിറത്തിലുള്ള പാർട്ടി വെയറായ നെറ്റ് സാരിയായിരുന്നു അത്. ആ സാരിയിൽ നന്ദനയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ മുഖത്ത് വേണ്ടത്ര പ്രസന്നത ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൾ പ്രസന്നത നടിച്ചു. നിനക്ക് ക്ഷീണം വല്ലതുമുണ്ടെങ്കിൽ പറയണേടി, ലേഖ പറഞ്ഞു. അവൾ പതിയെ ഒന്ന് മൂളി. രണ്ടുപേരും റെഡിയായി. മേക്കപ്പും ഓർണമെന്റ്സും തലയിലെ മുല്ലപ്പൂവുമെല്ലാം അവരെ സുന്ദരികളാക്കി.
ലേഖയും നന്ദനയും ഹാളിലേക്ക് വന്നപ്പോൾ അവരുടെ റിലേറ്റീവ്സ് ഓരോരുത്തരായി വരാൻ തുടങ്ങിയിരുന്നു. എന്താ മോളെ, ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെ കേട്ടല്ലോ, എന്തു പറ്റി? അപ്പുറത്തെ വീട്ടിലെ സൗദാമിനി ചോദിച്ചു. അത് അവൾക്ക് ഒരുപാട് യാത്ര ചെയ്തത് കാരണം ക്ഷീണവും ഛർദിയും തലവേദനയും വന്നു, അതുകൊണ്ടാ. നന്ദന മറുപടി പറയാൻ വൈകിയപ്പോഴേക്കും ലേഖ പറഞ്ഞു. ചേച്ചി ചായ കുടിച്ചോ? ലേഖ ഇനി ചോദിക്കാൻ ഒരു അവസരം കൊടുക്കാതെ അങ്ങോട്ട് ചോദിച്ചു. ഉവ്വ്, അവർ മറുപടി പറഞ്ഞു. നീ വാ, നമുക്ക് ചായ കുടിക്കാം. അവൾ നന്ദനയുടെ കയ്യിൽ പിടിച്ച് അടുക്കളയിലേക്ക് പോയി. ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. വീട്ടിലേക്ക് വരുന്ന റിലേറ്റീവ്സിനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. ലേഖ 2 പ്ലേറ്റ് എടുത്ത് 2 വീതം ഓരോ പ്ലേറ്റിലും ഇട്ടു. എന്നിട്ട് ഒരു പ്ലേറ്റ് നന്ദനയ്ക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ലേഖ കഴിക്കുന്നതിനിടയിൽ മൗനമായിരിക്കുന്ന നന്ദനയോട് പറഞ്ഞു. നന്ദന ഒന്നും മിണ്ടിയില്ല. അവർ ചായയെല്ലാം കുടിച്ച് വീണ്ടും ഹാളിലെത്തി. ചേച്ചിയുടെ ഒരുക്കങ്ങൾ കഴിഞ്ഞോ എന്ന് നോക്കാനായി അവർ ചേച്ചിയുടെ മുറിയിലെത്തി. ബ്യൂട്ടീഷ്യൻ അവരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. മെറൂൺ കളറുള്ള പട്ടുസാരിയിൽ ചേച്ചി വളരെയധികം സുന്ദരിയായിരുന്നു. ലേഖ സൂപ്പറായിട്ടുണ്ടെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എല്ലാവരും മണ്ഡപത്തിൽ പോകാനായി നന്ദനയും ലേഖയും ഒരുമിച്ചാണ് കാറിൽ കയറിയത്. ചേച്ചിയും അതേ കാറിലായിരുന്നു. ശുഭകരമായ ഒരു കാര്യത്തിന് അവർ എല്ലാവരും വളരെ സന്തോഷമായി പോകാൻ തുടങ്ങുമ്പോൾ നന്ദനയുടെ മനസ്സ് പക്ഷേ കടൽ പോലെ പ്രക്ഷുബ്ധമായിരുന്നു. മേപ്പാട് തറവാട്ടിൽ എല്ലാവരും റെഡിയാകുന്ന തിരക്കിലാണ്. രാകേഷും പൂജയും ഇവമോളും ഇന്നലെ തന്നെ എത്തിയിരിക്കുന്നു. വിവേകിന്റെ പെണ്ണിനെ കാണാൻ ചെല്ലാൻ പറഞ്ഞ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ പൂജയെ വിളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ എത്തിയിരുന്നു അവൾ. വിവേകിന്റെ ലീവ് തീരാനായിരിക്കുന്നു. പോകുന്നതിന് മുൻപ് തന്നെ നിശ്ചയം നടത്താനാണ് തീരുമാനം. അർജുനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വൈകുന്നേരമേ അവൻ എത്തൂ എന്നും അവരോട് പൊയ്ക്കൊള്ളാനുമാണ് അർജുൻ പറഞ്ഞത്. അവൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതുപോലെയാണ് വിവേകിന് തോന്നിയത്. ചന്ദ്രൻ ഇപ്പോൾ നടക്കാമെന്നായിട്ടുണ്ട്. അയാൾ ഇടയ്ക്ക് നന്ദനയെ വിളിച്ചിരുന്നു എങ്കിലും കിട്ടിയിരുന്നില്ല. എല്ലാവരും ഒരുങ്ങിയിറങ്ങി. പൂജയും ഇവമോളും രാകേഷിന്റെ കാറിലും ചന്ദ്രനും പ്രഭാവതിയും വിവേകിന്റെ കാറിലുമായാണ് പോയത്. വെള്ള പെയിന്റ് അടിച്ച ഒരു വീടിന് മുമ്പിലായി കാർ നിന്നു. ഓരോരുത്തരുമായി ഇറങ്ങി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു വേണുവിന്റെ കുടുംബം. വേണുവിന് 2 മക്കളാണ്. യദുവും അമൃതയുടെ PG എല്ലാം കഴിഞ്ഞു. ഇനി B.Ed എടുക്കാനാണ് തീരുമാനം. യദു എഞ്ചിനീയറാണ്. അവൻ അതായിരുന്നു താല്പര്യം. എന്നാൽ വേണുവിന് മകനെ ഒരു സ്കൂൾ മാഷായി കാണാനായിരുന്നു ഇഷ്ടം. വേണു സ്കൂൾ മാഷാണ്. മോളെ അമ്മു, ദേ അവര് വന്നുന്നാ തോന്നണ്. ഗേറ്റ് കടന്ന് കാർ വരുന്നത് കണ്ടപ്പോൾ വേണു വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ രുക്മിണി ഹാളിലേക്ക് വന്നു. ഇരുവരും ചേർന്ന് അവരെ സ്വീകരിച്ചു. എല്ലാവരും ഹാളിൽ വന്നിരുന്നു. വേണുവിൻ്റെ ബന്ധുക്കളും രുക്മിണിയുടെ ബന്ധുക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. അമൃത ചായയും കൊണ്ട് വന്നപ്പോൾ പ്രഭാവതി അവളെ ഒന്ന് നോക്കി. അവർക്ക് അവളെ ഇഷ്ടമാവുകയും ചെയ്തു. നന്ദനയുടെ വീട്ടുകാരെ പോലെയല്ലായിരുന്നു. അത്യാവശ്യം സാമ്പത്തികമുള്ള കൂട്ടത്തിലാണ് വേണു. അതാണ് ഈ ആലോചന കൊണ്ടുവന്നപ്പോൾ തന്നെ പ്രഭാവതിക്ക് ഇഷ്ടമായതും. ചായക്കപ്പ് വിവേകിന് നേരെ നീട്ടിയപ്പോൾ വിവേക് അവളെ ഒന്ന് നോക്കി. അവൾ മെല്ലെ മിഴികൾ ഉയർത്തി അവനെയും ഒന്ന് നോക്കി. ചെറിയ പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. ചായ കുടിക്കുമ്പോൾ ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആകാമെന്ന് വേണുവിൻ്റെ ഏട്ടൻ നാരായണൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രൻ വിവേകിനോട് പോയി സംസാരിക്കാൻ ആംഗ്യം കാണിച്ചു. വിവേക് എണീറ്റ് മുകളിലേക്ക് പോയി. അവൻ ചെല്ലുമ്പോൾ ബാൽക്കണിയിലായി അമൃത നിൽപ്പുണ്ട്. അവന് എന്ത് പറഞ്ഞു തുടങ്ങണം എന്ന് ടെൻഷനായിരുന്നു. ഹലോ, അവൻ പറഞ്ഞൊപ്പിച്ചു. ഹായ്, അവളും തെല്ല് നാണത്തിൽ തിരിച്ചു പറഞ്ഞു. എൻ്റെ പേര് വിവേക്. ഞാൻ അമേരിക്കയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ചിലപ്പോൾ നാട്ടിലെത്താൻ 1 വർഷമെടുക്കും, ചിലപ്പോൾ 6 മാസവും. അവൻ സ്വയം പരിചയപ്പെടുത്തി. അതേപോലെ അമൃത തിരിച്ച് അവളെക്കുറിച്ചും പറഞ്ഞു. എനിക്ക് അമൃതയെ ഇഷ്ടമായി. ഞാനത് പറഞ്ഞോട്ടെ? അവൻ ചോദിച്ചു. അമൃതയ്ക്ക് എന്നെ ഇഷ്ടമായോ? അവൻ തുറന്നു ചോദിച്ചു. അവളുടെ മറുപടിക്കായി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ഉവ്വ്, അവൾ പതിയെ പറഞ്ഞു. ആദ്യമായി കാണുകയാണെങ്കിലും അമൃതയ്ക്ക് വിവേകിനെയും വിവേകിന് അമൃതയെയും ഒരുപാട് ഇഷ്ടമായി. വിവേകിന് തിരിച്ചു പോകണമെന്നതിനാൽ അവർ നിശ്ചയത്തിനുള്ള ഡേറ്റ് ജോത്സ്യനെ കണ്ട് തീരുമാനിക്കാമെന്നും ജാതകം ഒത്തുനോക്കാമെന്നും പറഞ്ഞ് ജാതകം വാങ്ങി.
ജ്യോത്സ്യനെ കണ്ട് ഡേറ്റ് ഫോണിലൂടെ വിളിച്ചറിയിക്കാം എന്ന തീരുമാനത്തിലാണ് അവർ മടങ്ങിയത്. പൂജ അന്ന് പോകുന്നില്ല എന്ന തീരുമാനത്തിലായിരുന്നു. എന്തായാലും വന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം എന്നാണ് അവളുടെ നിലപാട്. അമൃതയുടെ വീട്ടിൽ നിന്ന് വന്ന ശേഷം ഊണെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് മയങ്ങി എണീറ്റു. വൈകിട്ട് ഒരു 6 മണിയായി കാണും. എല്ലാവരും ഉമ്മറത്ത് തന്നെയുണ്ട്. അമൃതയെ പറ്റിയും അവളുടെ വീടിനെ പറ്റിയും വാതോരാതെ സംസാരിക്കുകയാണ് പ്രഭാവതി. ചന്ദ്രനും രാകേഷും എല്ലാവരും കേട്ടുകൊണ്ടിരിപ്പുണ്ട്. നീ പോയാൽ 6 മാസത്തിനകം ഇങ്ങ് എത്തിയേക്കണം, എന്നിട്ട് കല്യാണം നടത്താം. നല്ല കുട്ടിയാണ്, നല്ല വീട്ടുകാരും, പ്രഭാവതി പറഞ്ഞുകൊണ്ടേയിരുന്നു. നിനക്ക് നല്ല സന്തോഷമുണ്ടല്ലോ പ്രഭേ, ഇതൊന്നും നന്ദുവിൻ്റെ കല്യാണത്തിന് കണ്ടില്ലല്ലോ, ചന്ദ്രൻ പറഞ്ഞു. നല്ല ഒരു കാര്യം സംസാരിക്കുമ്പോഴാ നിങ്ങളുടെ ഒരു നന്ദു, ചന്ദ്രൻ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടിൽ പ്രഭാവതി പറഞ്ഞു. സമയം വൈകിയിരിക്കുന്നു, ഇന്നിവിടെ ആരും ദീപമൊന്നും തെളിയിക്കുന്നില്ലേ, ചന്ദ്രൻ പറഞ്ഞപ്പോഴാണ് പ്രഭാവതി അക്കാര്യം ഓർത്തത്. സന്ധ്യാദീപം തെളിയിക്കാൻ നേരമായല്ലോ, അർജുൻ ഇന്നും പാതിരാക്കായിരിക്കും വരിക എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി എണീക്കാൻ തുടങ്ങിയപ്പോൾ പുറത്ത് ഒരു കാർ വന്നു നിന്നു. അർജുനേട്ടനാണല്ലോ അമ്മേ, പാതിരാക്കൊന്നുമല്ല, നേരത്തെ എത്തിയിട്ടുണ്ട് അമ്മയുടെ മോൻ, പൂജ പറഞ്ഞു. പ്രഭാവതി അകത്തേക്ക് പോകാതെ അവിടെ തന്നെ നിന്നു. അവനോട് വിവേകിൻ്റെ പെണ്ണിനെ കാണാൻ പോയതും പെണ്ണിൻ്റെ വീട്ടിലെ വിശേഷങ്ങളും പറയാൻ പ്രഭാവതിക്ക് വൈകി. വിവേകിന് പക്ഷേ ഒന്നും തോന്നിയില്ല. അർജുൻ കാറിൽ നിന്നും ഇറങ്ങി കാറിൻ്റെ ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് കുനിഞ്ഞു നിന്നുകൊണ്ട് വാ ഇറങ്ങ് എന്ന് പറഞ്ഞപ്പോഴാണ് പ്രഭാവതി കാറിൽ വേറെയും ആരോ ഉണ്ടല്ലോ എന്ന് മനസ്സിലോർത്തത്. അർജുൻ ഡോറടച്ച് തിരിഞ്ഞു നിന്നപ്പോഴാണ് ഫ്രണ്ടിലെ സൈഡിലെ ഡോർ തുറന്നത്. ഡോറ് തുറക്കുന്നതിന് മുമ്പ് തന്നെ മുൻസീറ്റിലിരിക്കുന്ന ആളെ കണ്ടപ്പോൾ പ്രഭാവതിയുടെ മനസ്സിൽ വെള്ളിടി വെട്ടി. ആ കാറും അർജുനുമെല്ലാം തനിക്കു ചുറ്റും വട്ടം കറങ്ങുന്നത് പോലെ പ്രഭാവതിക്ക് തോന്നി. അവർ വീണുപോകാതിരിക്കാൻ ചന്ദ്രനിരിക്കുന്ന കസേരയിൽ മുറുകെ പിടിച്ചു. ആരായിരിക്കും അർജുൻ്റെ കൂടെ വന്നിട്ടുള്ളത് എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ നിങ്ങൾ കാത്തിരുന്നേ മതിയാകൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം ഇനിയും തുടരും.